അഞ്ചിരട്ടി ഭൂരിപക്ഷത്തിനാണ് UDF നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിച്ചത്. ഇത് ചെറിയ വിജയമല്ല. ആകെയുള്ള 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ 4 ഭരിക്കുന്ന ഇടതുമുന്നണി വലിയ ശക്തി തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ. അതുപോലെ ഭരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സംവിധാനങ്ങളും നിലമ്പൂരിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു, പണം ഒഴുക്കിവിട്ടു. എന്നിട്ടും UDFൻ്റെ വോട്ട് എവിടെയും പോയിട്ടില്ല. എന്നാൽ LDFനാണെങ്കിൽ നിലമ്പൂരിൽ 16,000 വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്. സത്യത്തിൽ UDF ശക്തിപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിലമ്പൂരിലെ വിജയം. ഇതിനർത്ഥവും ഇത് നൽകുന്ന സൂചനയും 100-ലധികം സീറ്റുകളുമായി, അതായത് 2/3 ഭൂരിപക്ഷവുമായി UDF അധികാരത്തിൽ തന്നെ തിരിച്ചെത്തും എന്നുള്ളതാണ്. വളരെ കാലം ആര്യാടൻ മുഹമ്മദ് എന്ന അധികായൻ കൈവശം വെച്ചിരുന്നൊരു മണ്ഡലം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തോന്നിയെടുത്തു നിന്നും വീണ്ടും UDF മണ്ഡലമായി അത് മാറിയിട്ടുണ്ടെങ്കിൽ സമാനമായിരിക്കും കേരളവും 2026 തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. നിലമ്പൂരിൽ കണ്ടതുപോലെ UDF പ്രവർത്തിച്ചാൽ ഭരണം പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ജനങ്ങളുടെ വിശ്വാസമാണ് ഇതിൽ കൂടി വീണ്ടും പുറത്തു വരുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ ഈ വിജയം കരുത്താകും എന്നതിൽ സംശയമില്ല. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം തുടങ്ങിയതിൻ്റെ തെളിവാണ് നിലമ്പൂരിലെ വിജയം. അവർ ഭരിക്കുന്ന 3 പഞ്ചായത്തുകളിൽ പിന്നിലായതും ഒരു പഞ്ചായത്ത് ഒപ്പത്തിനൊപ്പമായതും ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. സ്ഥാനാർത്ഥിയുടെ മികവ് എന്ന് ഇതിനെ പറയാൻ കഴിയില്ല. ഒട്ടേറെ പോരായ്മകളും എതിരഭിപ്രായവുമുള്ള നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന CPM നേതാവാണ് M സ്വരാജ്. എന്നിട്ടും സ്വരാജ് തോറ്റു. ഇത് പറയുന്നത് തന്നെ സ്ഥാനാർത്ഥിയുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് കേരളം മുഴുവൻ ആഞ്ഞടിക്കാൻ പോകുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൊടുങ്കാറ്റിൻ്റെ തുടക്കമാണ് ഇത് എന്ന് ഇന്നത്തെ ഫലം വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇതിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പിണറായി വിജയന് ആകില്ല. ഒന്നുകിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാകണം. എങ്കിലും പിണറായി ഭരണത്തിൻ്റെ കള്ളക്കളികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. ശരിക്കും ഇതിനെ വിലയിരുത്തിയാൽ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പരിച്ഛേദമാണ് നിലമ്പൂർ. LDFും UDFനും കുത്തകയല്ലാത്ത ഒരു മണ്ഡലം. രാഷ്ട്രീയം ചർച്ച ചെയ്ത് വോട്ട് ചെയ്യുമ്പോൾ തോൽവി സംഭവിക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും കേരളം മുഴുവൻ കിട്ടാൻ പോകുന്ന തിരിച്ചടിയുടെ സൂചന തന്നെയാണ് എന്ന് കാണേണ്ടി വരും. അതിനുള്ള കാരണങ്ങൾ ഒന്നു മാത്രമല്ല. അമരമ്പലത്തും കരുളായിയിലും മുത്തേടത്തും വന്യജീവി ആക്രമണമാണ് പ്രശ്നമെങ്കിൽ വഴിക്കടവും പോത്തുകല്ലും പ്രകൃതി ദുരന്തവും പുനരധിവാസവുമാണ് പ്രശ്നം എങ്കിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വിലവർധനവായിരിക്കും പ്രശ്നം. അങ്ങനെ എല്ലാ മേഖലകളിലും ബാധിക്കുന്ന 100 കണക്കിന് പ്രശ്നങ്ങൾ വേട്ടയാടുന്ന പിണറായി സർക്കാരിൻ്റെ ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങിയ ദിവസമാണ് ഇന്ന് നിലമ്പൂരിൽ എന്ന് പറയേണ്ടി വരും. അതാണ് പറയുന്നത്, ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ 2/3 ഭൂരിപക്ഷത്തിൽ 2026 UDF അധികാരത്തിൽ തിരിച്ചെത്തും.